ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോൺ പോൾ ഫാമിലിയിൽ നിന്നും മദർ ഗ്രേസ്ലിൻ ജോസിൻ്റെയും മദർ വിമലയുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് ഒരു ചെറിയ ഹോളി ട്രിപ്പ് പോകാനിടയായി. കന്യാകുമാരി ജില്ലയിലെ പ്രധാനപ്പെട്ട പള്ളികളിൽ 4 പള്ളികളാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമുക്ക് ആ പള്ളികളുടെ വിശേഷങ്ങളും പ്രത്യേകതകളുമൊക്കെ ഒന്ന് അറിഞ്ഞാലോ. ആദ്യമായി ഞങ്ങൾ പോയത് കുളച്ചൽ പോകുന്ന റൂട്ടിൽ മണ്ടയ്ക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന പുതൂർ സെൻറ്റ് ലൂസിയാസ് ചർച്ചാണ്. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് കത്തോലിക്ക പള്ളികളൊക്കെ കിഴക്കോട്ട് ദർശനമുള്ളതാണെന്നാണ്. പക്ഷേ നമ്മുടെ ഈ ദേവാലയം, അതായത് സെൻറ്റ് ലൂസിയാസ് ചർച്ച് പടിഞ്ഞാറോട്ടാണ് ദർശനമുള്ളത്. ഇതിൻ്റെ നമ്മുടെ വേളാങ്കണ്ണി പള്ളി എന്ന പോലെ തന്നെ ഇതും കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുർബാന കൂടുമ്പോൾ നമുക്ക് ഈ കടലിൻ്റെ അലയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കിയാലോ. ആദ്യമായിട്ടാണ് നമ്മളൊരു ദേവാലയത്തിൽ പോകുന്നതെങ്കിൽ ആ ദേവാലയത്തിനകത്ത് കയറി ഏതെങ്കിലും ഒരു 3 കാര്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം. ഞങ്ങളെല്ലാവരും ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആർട്ട് വർക്കുകളും ഗ്ലാസ് പെയിൻറ്റിങ്ങും ഒക്കെ നമുക്ക് ഒന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഭാഗമാണ്. നല്ല രീതിയിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയോ ഫോട്ടോയോ മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ചുറ്റോടുമുള്ള ഗ്ലാസ്സുകളിലുള്ള പെയിൻറ്റിങ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈശോ പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളെല്ലാം തന്നെ ഈ ദേവാലയത്തിൻ്റെ ചുവരുകളിൽ നല്ല രീതിയിൽ വരച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കണ്ണുകളാണ്. ഈ ദേവാലയത്തിൻ്റെ ചുറ്റോടും അകത്ത് 14 കണ്ണുകൾ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 14 സ്ഥലമുണ്ടല്ലോ ഈശോയുടെ കുരിശുമരണത്തോടനുബന്ധിച്ച്, ആ 14 സ്ഥലത്തിൻ്റെ പിക്ചേഴ്സും ഈ ഓരോ കണ്ണുകളിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൽ വന്ന് നമ്മുടെ കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളോ അല്ല കണ്ണിൻ്റെ കാഴ്ചക്കുറവോ ഇങ്ങനെ കണ്ണ് സംബന്ധമായ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ വിശ്വാസത്തോടുകൂടെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് തീർച്ചയായിട്ടും സൗഖ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഒത്തിരി സാക്ഷികളും ഉണ്ട്, അതിന് സൗഖ്യം ലഭിച്ചവരുടെ ഒത്തിരി സാക്ഷികളും ഉണ്ട് ഈ ദേവാലയത്തോട് സംബന്ധിച്ച്. ഞങ്ങളെല്ലാവരും ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചും ചുറ്റോടും കാഴ്ചകൾ കണ്ടും ഇവിടെ നിന്ന് അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് മറ്റൊരു ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇത് സെൻറ്റ് അലസ്തിയാർ ചർച്ച് കൊട്ടിൽപ്പാടാണ്. ഇതും കുളച്ചൽ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗോപുരം, അതായത് ഇതിൻ്റെ ഉയരം മൊത്തത്തിൽ 120 അടിയാണ്. അതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് കയറുമ്പോൾ അതിൻ്റെ നീളവും 120 അടി തന്നെയാണ്. അതായത് ഉയരവും നീളവും 120 അടിയാണ് ഈ ദേവാലയത്തിൻ്റേത്. ഇത് നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി. നമ്മൾ എത്ര തന്നെ വീഡിയോയിൽ അത് പകർത്തിയാലും അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ദേവാലയത്തിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്ക് കാണുമ്പോൾ അത് പ്രത്യേകതയുണ്ട്. അത് ഇതുവഴി പോകാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഇറങ്ങി കാണേണ്ട ഒരു ചർച്ച് തന്നെയാണ്. ഏകദേശം 1500-ന് മുകളിൽ ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് കുർബാനയിൽ പങ്കെടുക്കാനുള്ള സ്ഥലം ഇതിനകത്തുണ്ട്. കൊട്ടിൽപ്പാട് എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജ് ആണെങ്കിലും ഈ ദേവാലയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിതെടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ദേവാലയമാണ് ഇത്. ഈശോയുടെ ജനനം മുതലുള്ള എല്ലാ സംഭവങ്ങളും മനോഹരമായ ആർട്ട് വർക്കിലൂടെ ഈ ദേവാലയത്തിൻ്റെ റൂഫിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. കടൽപ്പുറത്തിനടുത്തുള്ള ഒരു ദേവാലയം കൂടിയാണ് ഇതും. ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇവിടെയും സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം പ്രാർത്ഥിച്ചു, ദേവാലയം മുഴുവനും ചുറ്റി കണ്ടു. ഇവിടുന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പ്. അത് കാരണം ചൂടൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇറങ്ങിയപ്പോഴെല്ലാം കൂടെ കരുതണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് അവർ ലേഡി ഓഫ് പ്രസൻറ്റേഷൻ ചേർച്ച്, അതായത് കാണിക്ക മാതാവാലയം എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഈ ദേവാലയത്തിൻ്റെ വാതിലെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി നിരാശരായെങ്കിലും ഒരു പ്രാവശ്യം മുഴുവനായിട്ടും ദേവാലയം ചുറ്റി നോക്കിയപ്പോൾ ഒരു ചെറിയ വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ടു. അതിലൂടെ ഞങ്ങൾ അകത്ത് കയറി.
പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഭയങ്കര പട്ടിയുടെ ശല്യമുണ്ട്, അത് കാരണമാണ് വാതിലെല്ലാം അടച്ചിട്ടിരിക്കുന്നതെന്ന്. എന്തായാലും ഞങ്ങൾ അകത്ത് കയറി. ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യേകത, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് മാതാവ് ഉണ്ണീശോ ഇങ്ങനെ തോളിലെടുത്തിരിക്കുന്ന പിക്ചറാണ് എല്ലായിടത്തും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചതാണ് കാണിക്ക മാതാവ് ഈശോയെ ദേവാലയത്തിൽ കാണിക്ക കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു പിക്ചറാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇതിനടിവശത്തെങ്ങാണ്ട് ഒരു ആരാധനാ ചാപ്പലുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ അവിടെയും പൂട്ടിയിട്ടേക്കുമായിരുന്നു, അവിടെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനടുത്ത് വേറൊരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമുണ്ട്, അത് നമുക്കൊന്ന് പോയി കാണാം. അല്പസമയം ഈ ദേവാലയത്തിൽ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങിയാണ്. ഈ ദേവാലയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട്, അതാണ് ഈ കാണുന്നത്. സുനാമി കല്ലറ എന്ന് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ടു അവർ ബിലൗഡ് 414 ഡൈഡ് ഇൻ സുനാമി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് 2004 ഡിസംബർ 24 സുനാമി ബാധിച്ച് നമ്മുടെ ഈ കുളച്ചൽ ഏരിയയിൽ മരിച്ചവരുടെ ശവശരീരങ്ങൾ അടക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും ഇതിനകത്ത് കയറി അല്പസമയം ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒത്തിരി അർത്ഥവത്തായ ഒരു ആർട്ട് വർക്കാണിത്. അതായത് സുനാമി വേവിൽ ഇങ്ങനെ മുങ്ങി താഴുന്നവരുടെ കൈ ഇങ്ങനെ പൊങ്ങി വീഴുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്മാരകത്തിൻ്റെ 2 വശങ്ങളിലായിട്ടും നോട്ടീസ് ബോർഡ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ അടക്കം ചെയ്തിരിക്കുന്നവരുടെ പേരുകളും വിവരങ്ങളും സ്ഥലങ്ങളും അവരുടെ വയസ്സ് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ മുതൽ, ദിവസങ്ങൾ പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ മരിച്ച ലിസ്റ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ ലിസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് 391 പേരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി 23 പേരുടെ ശവശരീരങ്ങൾ കണ്ടു കിട്ടിയിട്ടില്ല എന്ന അവരുടെയും കൂടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ പേരുകളും ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ 414 പേരുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സുനാമി കല്ലറയിൽ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങളുടെ വാഹനത്തിനകത്ത് വെച്ച് തന്നെ നമ്മുടെ വിമല മദർ ഞങ്ങൾക്ക് ചെറിയ ക്ലാസ് എടുക്കുകയുണ്ടായി. വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഒരു നല്ല മനോഹരമായ ക്ലാസ് വിമല സിസ്റ്റർ എടുക്കുകയുണ്ടായി. പിന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായി ഞങ്ങൾ വാഹനത്തിനകത്ത് വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് നട്ടാലത്ത് വിശുദ്ധ ദേവസഹായം പിള്ള ജനിച്ചു വളർന്ന വീട്ടിലേക്കാണ്. ആ കാണുന്ന ഓടിട്ട വീടാണത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ ഈ കാണുന്നത് കിണറാണ്. ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നവർക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളം കോരി കുടിക്കുന്നവർക്ക് ഒത്തിരി അത്ഭുതങ്ങൾ, അതായത് രോഗശാന്തികളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ മാലാഹയുടെ കയ്യിലായിട്ട് ഒരു കിണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ടൊരു ടാപ്പുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കിണ്ടിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം വരും. നമുക്ക് ഗ്ലാസ്സിൽ പിടിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട്, അതായത് റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് ഒരു ധ്യാനമഠമുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ദേവാലയവും ഉണ്ട്. ആദ്യം നമുക്ക് ദേവാലയത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ വീടിനകത്തോട്ടൊന്ന് കയറാം. അതിപ്പം മ്യൂസിയം ആക്കി വെച്ചിരിക്കുകയാണ്. ദേവസഹായം പിള്ള ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പിന്നെ കുറേ പിക്ചേഴ്സും ഒക്കെ ആയിട്ട് വീട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം വീടിനകത്തോട്ടൊന്ന് കയറി നോക്കാം. വളരെ മനോഹരമായ പഴയ കാലത്തെ ഓടിട്ട ഒരു വീടാണ് ഇത്. ഡിസംബർ മാസം ആയതുകൊണ്ടാവാം സ്റ്റാറും ലൈറ്റുകളും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീടിനകത്തോട്ടൊന്ന് പ്രവേശിക്കാം. അടിപൊളി ഒരു 4 കെട്ട് വീടാണ് കേട്ടോ ഇത്. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വീടിൻ്റെ മിഡിലായിട്ടൊരു ഓപ്പണിങ്, അവിടെ നമുക്ക് മഴയത്തൊക്കെ നന്നായിട്ട് മഴ നനയാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് തന്നെ വിശുദ്ധൻ്റെ ഒരു സ്റ്റാച്യൂവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ ചുവരുകളിലെല്ലാം തന്നെ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഓർമ്മ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള പിക്ചേഴ്സ്, ഫോട്ടോസ് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിൻ്റെ ക്യാപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ.
പോർഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു വലിയ റൂമിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് വിശുദ്ധ ദേവസഹായം പിള്ളയും അമ്മയും ഒക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും തടി കൊണ്ടുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ചെമ്പ് കൊണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, താളിയോലകൾ, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളാണ് ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നല്ല സേഫായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, കത്തികൾ, അതുപോലെ തന്നെ താക്കോലുകൾ തുടങ്ങി ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ മ്യൂസിയത്തിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ധ്യാന മണ്ഡപത്തിൽ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ദേവാലയത്തിലോട്ട് കയറി. പക്ഷേ അവിടെ കുർബാന നടക്കുന്ന സമയമായതുകൊണ്ട് ആരെയും ശല്യപ്പെടുത്താതെ ദേവാലയത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ഈ ദേവാലയത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ മരത്തടി പോലെ ചെയ്ത് വച്ചിരിക്കുന്നത് കിണറാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുരിശടിയുണ്ട്. തിരുകല്യാണ മാതാവെന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് കല്യാണം നടക്കാതെ ഇരിക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങളുടെ ഹോളി ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒത്തിരി സമാധാനവും സന്തോഷവും ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.